പി ഡി സതീശൻ ഈ പറഞ്ഞ രീതിയിൽ സമുദായ സംഘടനകളോട് പുലർത്തിപ്പോരേണ്ട ഉചിതമായ ഒരു പെരുമാറ്റ മര്യാദ പാലിക്കുന്നില്ല എന്നുള്ളത് NSSനെ ആലോചനപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ NSS തിരിഞ്ഞു നിന്ന് UDFനോടും UDFനെ നയിക്കുന്ന കോൺഗ്രസിനോടും അവരെ അലോസരപ്പെടുന്ന ചില ചോദ്യങ്ങൾ കർക്കശമായി ചോദിക്കുന്നതിൻ്റെ പശ്ചാത്തലം കോൺഗ്രസ് ഇനിയും ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. UDF കുറച്ചുകൂടി രാഷ്ട്രീയമായി ചിന്തിച്ച് തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് എന്ന UDFിലെ രണ്ടാമത്തെ ഘടകകക്ഷിയുടെ സാന്നിധ്യമേ അല്ല NSSനെ അലോസരപ്പെടുത്തുന്നത്. എത്രയോ പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗ് UDFിൻ്റെ ഭാഗമാണ്. NSSും മുസ്ലിം ലീഗും തമ്മിൽ UDF ഭരിക്കുന്ന കാലത്ത് കാര്യമായ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയുകയും ചെയ്യാം. കൊടുക്കൽ വാങ്ങലുകൾ എന്ന് പറഞ്ഞാൽ UDF ഭരിക്കുമ്പോൾ മിക്കവാറും വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിനാണ്. NSSന് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് താനും. അവർ തമ്മിൽ പരസ്പരം പോരിൻ്റെയോ വൈരത്തിൻ്റെയോ ഫൈറ്റിൻ്റെയോ തലങ്ങളൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അവർ നല്ല ബന്ധത്തിലാണ് പോകുന്നത്. മുസ്ലിം ലീഗും NSSും തമ്മിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1959 ഒന്നാം EMS സർക്കാരിനെ പുറത്തിറക്കാൻ നടന്ന വിമോചന സമരത്തിൽ കൈകോർത്തവർ പോലുമാണ്. അങ്ങനെയൊക്കെയുണ്ട് പശ്ചാത്തലം. അതുകൊണ്ട് ലീഗല്ല NSSൻ്റെ പ്രശ്നം. NSSൻ്റെ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ ഒരു സിംഗിൾ പോയിൻ്റ് രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ അതിൻ്റെ വേണ്ട മെറിറ്റിൽ അതിൻ്റെ ഗൗരവത്തിൽ കോൺഗ്രസും UDFും അല്ലെങ്കിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ശരിയായി തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നിടത്തുനിന്ന് മാത്രമേ NSSും UDFും തമ്മിലുള്ള ബന്ധം ട്രാക്കിലാവുകയുള്ളൂ പഴയതുപോലെ. അല്ലെങ്കിൽ NSS തിരിഞ്ഞു തന്നെ നിൽക്കും. ജമാഅത്തെ ഇസ്ലാമിയെ NSS കാണുന്നത് RSSൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ്. അങ്ങനെ കാണുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. മുസ്ലിം ലീഗിനെ കാണുന്നത് അങ്ങനെയല്ല എന്നും നമുക്കറിയാം. ഈ വ്യത്യാസം അതിനെ ശരിയായ അതിൻ്റെ അർത്ഥത്തിൽ കോൺഗ്രസും UDFും മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് മാത്രമാണ് കാരണം എന്നല്ല പറഞ്ഞു വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊരു കാര്യം അതിനോട് ചേർത്ത് പറയേണ്ടത്, ജമാഅത്തെ ഇസ്ലാമി പ്രധാനം ചെയ്യുന്ന മതരാഷ്ട്രവാദത്തിൻ്റെ രാഷ്ട്രീയ വശങ്ങളെ പൂർണ്ണമായിട്ടും പ്രധാനം ചെയ്തുകൊണ്ടല്ല അവർ വെൽഫെയർ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ വാദിക്കാം. വെൽഫെയർ പാർട്ടിയെ എതിർക്കുന്നവർ ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർത്ത് തന്നെയാണ് പറയുന്നത്. ജമാഅത്തിൻ്റെ പാർട്ടി എന്നാണ് പറയുന്നത്. അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ എന്നാണ് കോൺഗ്രസും ലീഗും തയ്യാറാവുക, എങ്ങനെയാണ് തയ്യാറാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉള്ളത്, പ്രതിപക്ഷ നേതാവ് VD സതീശനെ NSS ഇപ്പോഴും മുൻ പ്രതിപക്ഷ നേതാക്കൾ പോലെ, മുൻ മുഖ്യമന്ത്രിമാരെ പോലെ, അതായത് കോൺഗ്രസിൻ്റെ മുൻ പാർലമെൻ്ററി പാർട്ടി ലീഡർമാരെ പോലെ, കോൺഗ്രസിൻ്റെ മുൻ ലീഡർമാരെ പോലെ അതേ അർത്ഥത്തിൽ കാണാൻ പരിഗണിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പിഴവ് തുടങ്ങുന്നത് സതീശനിൽ നിന്ന് തന്നെയാണ്. സതീശന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കായാലും ഒരു MLA എന്നുള്ള നിലയ്ക്കായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും പൊതുപ്രവർത്തകനും എന്നുള്ള നിലയ്ക്കായാലും ഒക്കെ സമുദായ സംഘടനകളോട് കൃത്യമായ അകലം പാലിക്കാനും സമുദായ സംഘടനകളുടെ തിണ്ടു നിരക്കുന്ന ആളല്ല ഞാനത് പറയാനും അത് കാണിച്ച് കൊടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് SNDPയുമായിട്ടാലും NSSുമായിട്ടാലും EK സമസ്തയുമായിട്ടാലും AP സമസ്തയുമായിട്ടാലും വിവിധ സഭകളുമായിട്ടാലും ഒക്കെ പുലർത്തിപ്പോരേണ്ട ഒരു ഉചിതവും മാന്യവുമായ ബന്ധമുണ്ട്. ആ ബന്ധം അങ്ങനെ പാലിച്ചു പോകാൻ കഴിഞ്ഞില്ല, ഇപ്പോഴും കഴിയുന്നില്ല, നാളെ കഴിയുമെന്നുറപ്പുമില്ല എന്നുള്ള ഒരു ബോഡി ലാംഗ്വേജ് വാക്കിലും പെരുമാറ്റത്തിലും സതീശൻ്റേതായിട്ടുണ്ട്. VD സതീശൻ തങ്ങൾക്ക് പ്രാപ്യനാണോ അപ്രാപ്യനാണോ എന്നതിനേക്കാൾ പ്രധാനം VD സതീശൻ
ഈ പറഞ്ഞ രീതിയിൽ സമുദായ സംഘടനകളോട് പുലർത്തിപ്പോരേണ്ട ഉചിതമായ ഒരു പെരുമാറ്റ മര്യാദ പാലിക്കുന്നില്ല എന്നുള്ളത് NSSനെ ആലോചനപ്പെടുത്തുന്നുണ്ട്. അത് നിസ്സാര കാര്യമല്ല. NSSൻ്റെ നോട്ടത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുവായ നോട്ടത്തിലും VD സതീശൻ ഒരു സാധാരണ MLA മാത്രമല്ലല്ലോ ഇപ്പം. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്, UDFൻ്റെ ചെയർമാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾ NSSനോടാണെങ്കിലും SNDPയോടാണെങ്കിലും ഈ പറഞ്ഞ വിവിധ സംസ്ഥകളോടാണെങ്കിലും സഭകളോടാണെങ്കിലും പുലർത്തിപ്പോരേണ്ട ഒരു ഉചിതമായ മര്യാദ രീതിയുണ്ട്. നമ്മൾ ആവർത്തിക്കുകയാണത്. അത് തിണ്ണനിരക്കലൊന്നുമല്ല. തിണ്ണനിരക്കൽ വേറെയാണ്, മര്യാദയോടും മാന്യമായ ഗൗരവത്തോടെയുമുള്ള ബന്ധം വേറെ ഒരു കാര്യവുമാണ്. ഇത് രണ്ടിനെയും അതിൻ്റെ യഥാർത്ഥ മെറിറ്റിൽ തിരിച്ചറിഞ്ഞ്, വിവേചന ബുദ്ധിയോട് തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യുന്നതാണ് നേതാക്കന്മാരുടെ മര്യാദ. പിണറായി വിജയൻ ഏതെങ്കിലും സമുദായ സംഘടന നേതാക്കന്മാരുടെ വീടുകളിലോ സമുദായ സംഘടനകളുടെ അരമനകളിലോ കയറി തിണ്ണനിരക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ അവരുമായെല്ലാം പുലർത്തേണ്ട രാഷ്ട്രീയവും വ്യക്തിപരവും നമ്മൾ സാമൂഹ്യ ജീവികൾ എന്ന നിലയ്ക്ക് പുലർത്തേണ്ട മര്യാദയുടെ അടിസ്ഥാനത്തിലുള്ള ഉചിതമായ സുജന മര്യാദയുടെ അടിസ്ഥാനത്തിലുള്ള ബന്ധവും അദ്ദേഹം പുലർത്തിപ്പോരുന്നുമുണ്ട്, ഇല്ലേ? അതൊക്കെ ഓരോ രീതികളാണ്. ആ രീതികളെ ജനനേതാക്കന്മാർ അതിൻ്റെ മെറിറ്റിൽ മനസ്സിലാക്കണം. മെറിറ്റ് എന്ന് പറയുന്നത് വെറും ഒരു വാക്കിനപ്പുറം പൊതുപ്രവർത്തകരുടെ പ്രത്യേകിച്ചും ജീവിതത്തെ ആകെ സ്വാധീനിക്കേണ്ട ഒരു രീതി ആയി മാറേണ്ടതുണ്ട്. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, അത് കോട്ടയത്തിൻ്റെ സ്വന്തം മന്ത്രിയായ VN വാസവൻ NSSുമായി ഉൾപ്പെടെ കോട്ടയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPMനെ എല്ലാവരുമായും നല്ല രീതിയിൽ നല്ല ബന്ധത്തിൽ കൊണ്ടുപോകുന്നതിന് നടത്തിക്കൊണ്ടിരിക്കുന്ന നയതന്ത്രപരമായ സമീപനങ്ങളുടെ വിജയമാണ്. അതിനെ നമുക്ക് അങ്ങനെ തന്നെ കണ്ടേ പറ്റും. VN വാസവനോട് അദ്ദേഹത്തിൻ്റെ ചില നേരങ്ങളിലെ ചില പ്രതികരണങ്ങളോടൊക്കെ നമുക്ക് വേണമെങ്കിൽ വിയോജിക്കാം. പക്ഷേ CPMൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കും CPMൻ്റെ പ്രധാനപ്പെട്ട കോട്ടയത്തെ മധ്യകേരള നേതാക്കന്മാരിൽ ഒരാൾ എന്ന നിലയ്ക്കും സംസ്ഥാന നിയമസഭയിലെ മന്ത്രി എന്ന നിലയ്ക്കും അദ്ദേഹം പുലർത്തിപ്പോരുന്ന ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള അതേസമയം ജനാധിപത്യപരമായ വിട്ടുവീഴ്ചകൾ വേണ്ട വിധം ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞ് അദ്ദേഹം പിണറായിയുടെ അംബാസഡറെ പോലെ CPMൻ്റെയും LDF സർക്കാരിൻ്റെയും അംബാസഡറെ പോലെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഒരു വിജയകരമായ ഏട് കൂടിയാണ് NSS ഇപ്പുറത്തേക്ക് ഇപ്പോൾ അല്പമെങ്കിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ ചാഞ്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ പ്രതിഫലനം, അതിൻ്റെ റിസൾട്ട് അങ്ങനെ വന്നതിൻ്റെ തെളിവ്, ഉദാഹരണം അത് നിസ്സാര കാര്യമല്ല. NSS പുലർത്തുന്ന സുകുമാരൻ നായർ ആവർത്തിച്ച് പറയുന്ന ശരിദൂരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തരാതരം പോലെ സമയാസമയം പോലെ അവർ തീരുമാനിക്കുന്ന ശരിദൂരമാണ്. സമദൂരമാണോ ശരിദൂരമാണോ എന്നൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് സുകുമാരൻ നായർ തീരുമാനിക്കുന്ന ദൂരമാണ് ശരിദൂരം. ആ ശരിദൂരത്തിൽ മുഴുവൻ നായർ സമുദായാംഗങ്ങളും വോട്ട് ചെയ്യണം, പിന്തുണയ്ക്കണം എന്നൊന്നുമില്ല. പക്ഷേ അത് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. NSSും SNDP യോഗവും വിവിധ സമസ്തകളും ദക്ഷിണ കേരള ജമിയത്തുലുലമയും വിവിധ സഭാവിഭാഗങ്ങളും ഒക്കെ KPMSും ഒക്കെ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തെ കാലാകാലങ്ങളിൽ പല രീതിയിൽ സ്വാധീനിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഓരോ വിഭാഗങ്ങൾ തന്നെയാണ്. ഇവരാരെയും തമസ്കരിച്ചുകൊണ്ടും തിരസ്കരിച്ചുകൊണ്ടും ആട്ടി മാറ്റി നിർത്തിക്കൊണ്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിന് അതിൻ്റെ ഒരു സുഘടിതമായ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് കേരളത്തിൻ്റെ ജാതിയെ പുനഃസ്ഥാപിക്കലും ഒന്നുമല്ല, അയിത്തകാലം പുനഃസ്ഥാപിക്കലും തിണരും തൊടിയിലും പുനഃസ്ഥാപിക്കലും ഒന്നുമല്ല. അങ്ങനെ ആളുകൾക്ക് പറയുന്നവർക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ കാണുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, പൊതുപ്രവർത്തകർ അതിന് ശരിയായ അർത്ഥത്തിൽ കാണുമ്പോൾ ആ ഫലം ഉണ്ടാകുന്നു. VN വാസവൻ പിണറായിയുടെ അംബാസഡർ എന്ന നിലയ്ക്ക് അതിന് ആ രീതിയിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് കൂടിയാണ് NSS ഇപ്പോൾ ഇടത്തേക്ക് ഇൻഡിക്കേറ്റ് ഇട്ടിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയമായി ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും VD സതീശനാണെങ്കിലും VN വാസവനാണെങ്കിലും ഒക്കെ എവിടെ നിൽക്കുന്നു, എപ്പോൾ എങ്ങനെ നിൽക്കുന്നു എന്നത് കൂടി പ്രധാനമാണ് എന്നതിൻ്റെ സമീപകാലത്തെ കേരളത്തിലെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളാണ് NSSൻ്റെ ഈ ഇടത്തോട്ട് ഇൻഡിക്കേറ്ററിൽ
നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ഇനിയും പറയേണ്ടി വരും. നന്ദി, നമസ്കാരം.